ഹലോ, ഇന്നിവിടെ കാണിക്കുന്നത് ഒരു അതിവിശിഷ്ടമായ ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതായത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് രഞ്ജിതയാണ് എനിക്കിത് പരിചയപ്പെടുത്തി തന്നത്. അതായത് ദന്തപാല എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ ഇലയുണ്ട്, ദന്തപാലയുടെ ഇല. ആ ഇല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ് ഇത്. എണ്ണ ഉണ്ടാക്കുന്നതും വിചിത്രമാണ്, അതിൻ്റെ ഗുണങ്ങളും വളരെ വിചിത്രമാണ്. അതായത് നമുക്ക് സോറിയാസിസ്, പിന്നെ വിണ്ട് കീറൽ, ഈ ചുണങ്ങ്, ചൊറി, ചിരങ്ങ്, അങ്ങനത്തെയൊക്കെ അസുഖങ്ങളുണ്ടല്ലോ, ഇൻഫെക്ഷൻ തൊലിയുടെ, അതൊക്കെ, വിണ്ട് കീറൽ, വരണ്ട ചർമ്മം ഒക്കെ, ചുണങ്ങ്, കറുത്തതും വെളുത്തതും ഒക്കെ ആയിട്ടുള്ള പാടുകൾ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു മരുന്നാണെന്നാണ് പറയണത്. ഇത് തേച്ച് കൊടുത്താൽ മതി ഇത്രേ, അത് പെട്ടെന്ന് ഭേദമാവും. അതുപോലെ നമ്മുടെ തലയിലെ താരൻ, ആ താരൻ പോവാൻ നല്ല ബെസ്റ്റ് റെമഡിയാണ്. താരൻ പോയി മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇത് ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പാലിങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പാലൊന്ന് നഷ്ടപ്പെടുത്താതെ നമ്മൾ പെട്ടെന്ന് ഇത് എണ്ണയിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുത്തിട്ട് അതിൽ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അതൊന്ന് പിച്ചി മുറിച്ച് ഇട്ട് കൊടുക്കണം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കത്തി തൊടിയിക്കാൻ പാടില്ല, അത്ര ഇരുമ്പ് തൊടിയിക്കാൻ പാടില്ല. കൈകൊണ്ട് തന്നെ പിച്ചി മുറിച്ചിട്ട് കൊടുക്കുക. ഈ എണ്ണ ഉണ്ടാക്കുന്നതിലെ വിചിത്രം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല, സിമ്പിളാണ്. ഈ എണ്ണ നമുക്ക് കാച്ചിയെടുക്കുകയോ തീ കത്തിച്ച് കാച്ചി ഒരുപാട് നേരം ഇളക്കി എടുത്തിട്ടുള്ള എണ്ണ കാച്ചലൊന്നുമല്ല. വെറുതെ ഇല പിച്ചി മുറിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ആ ഇല താഴ്ത്തി വെച്ചിട്ട് നല്ല വെയിൽ കൊള്ളിക്കുക. നല്ല വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ വെയിൽ കൊണ്ടാൽ തന്നെ ശരിയാവും, എണ്ണയായി കിട്ടും. അല്ലയെന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ കിട്ടുന്ന വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചത്തെ വെയിൽ കൊള്ളിക്കേണ്ടി വരും. ദിവസം ഇങ്ങനെ വെയിലത്ത് വയ്ക്കുക, എന്നിട്ട് വൈകുന്നേരം എടുത്ത് വയ്ക്കുക. ഓരോ ദിവസം വൈകുന്നേരം എടുത്ത് വയ്ക്കുമ്പോഴും നമ്മൾ താഴെയുള്ള ഇലയൊക്കെ മേലേക്ക് ആക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഇല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം നല്ല വെയിൽ കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം കണ്ടോ, ഇതിൻ്റെ കളറ് ഒന്നിങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്, ഒരു ഉജാലയുടെയൊക്കെ ഒരു വയലറ്റ് കളർ. പിന്നെ അത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അങ്ങനെ ഡാർക്കായിട്ട് വരും. ഇതൊരു 4-മത്തെ 5-മത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കണ്ടോ ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഞാനൊരു 10 ദിവസത്തിലേറെ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് മഴയായിരുന്നല്ലോ, അപ്പോൾ കിട്ടുന്ന വെയിലങ്ങനെ കൊള്ളിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓരോ ദിവസവും നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല ഇല നമ്മൾ വല്ല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ എന്താണ് ഒരു ഗലഗലാനൊരു ശബ്ദം ഉണ്ടാവില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ആ ഇല അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും, ഫ്രൈ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ ആ ഇല അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടിയിലുള്ള ഇലയിലൊക്കെ ആ എണ്ണയൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലയിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം, നമ്മൾ പിഴിഞ്ഞെടുക്കണം. നന്നായി പിഴിഞ്ഞിട്ട് ആ ഇലയിൽ നിന്ന് എണ്ണ മൊത്തം പിഴിഞ്ഞെടുത്തിട്ട് ആ ഇല അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ എണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഈ എണ്ണയുടെ ഒരു ഭംഗി, അതിൻ്റെ ഒരു കളറിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെളുത്ത പാത്രത്തിലേക്ക് ആദ്യം ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായ നിറം കണ്ടോ, ഒരു എന്താ പറയുക, ഒരു ഞാവൽ പഴത്തിൻ്റെ ഒക്കെ ഒരു വയലറ്റ് ആൻഡ് പിങ്ക് കളർ, അങ്ങനെ ഒരു കളറിലുള്ള ഒരു എണ്ണയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വയ്ക്കണം. ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം ഇത് ഉപകാരപ്രദമാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. താരനൊക്കെ പോകുന്നുണ്ട്, സ്കിന്നിൻ്റെ പ്രോബ്ലമൊക്കെ മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത്. നല്ല വിലയുണ്ട് കേട്ടോ അത് വാങ്ങിക്കുമ്പോൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്